നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ മികച്ച പ്രകടനമാണ് ഈ സീസണിലും സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിന്റെ ബ്രസീലിയൻ താരമായ ആൻഡേഴ്സൺ ടാലിസ്ക ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ഈ സീസണിൽ സൗദി ലീഗിൽ ആകെ 17 മത്സരങ്ങൾ കളിച്ച താരം 16 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ പരിക്ക് ഇത്തവണ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ട്. പരിക്ക് കാരണം ഈ സീസണിലെ ഒരുപാട് മത്സരങ്ങൾ ടാലിസ്കക്ക് നഷ്ടപ്പെട്ടിരുന്നു. കോപ്പ അമേരിക്ക ടൂർണമെന്റിനുള്ള സ്ക്വാഡ് ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഒരു മികച്ച സ്ട്രൈക്കറുടെ അഭാവം ബ്രസീലിനെ സമീപകാലത്ത് വല്ലാതെ അലട്ടിയ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ബ്രസീൽ തന്നെ പരിഗണിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ടാലിസ്കയുള്ളത്. കൂടാതെ സൗദി ലീഗിനെ കുറിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ ഈ ഒരു ബ്രസീലിയൻ താരം പറഞ്ഞിട്ടുണ്ട്. ടാലിസ്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സൗദി ലീഗ് ഒരുപാട് വികസിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു, പക്ഷെ അതിന് സമയം പിടിക്കും എന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതോടുകൂടി എല്ലാം മാറി മറിഞ്ഞു. വളരെ വേഗത്തിൽ സൗദി ഫുട്ബോൾ വികസിച്ചു. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച 10 ലീഗുകളിൽ ഒന്ന് സൗദി അറേബ്യൻ ലീഗാണ്. ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനും കളിക്കാനും കഴിയുമെന്ന് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ടാലിസ്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിന്റെ അണ്ടർ ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ടാലിസ്ക. പക്ഷെ സീനിയർ ടീമിന് വേണ്ടി ഇതുവരെ കളിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. വരുന്ന കോപ്പ അമേരിക്ക ടീമിലും ഇടം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തെന്നാൽ നിലവിൽ എൻട്രിക്ക് മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാന സ്ട്രൈക്കർ ആയിക്കൊണ്ട് എൻട്രിക്കിനെ ആയിരിക്കും ബ്രസീലും പരിശീലകനും പരിഗണിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.